ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനോട് 1.5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3,750 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1,650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 14 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററുമാണ് വരുന്നത്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായി നമുക്ക് കാണാനാവുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ ഗേറ്റ് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ചെറിയ വാഹനങ്ങളും മറ്റും പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ട് ഇവിടെ നമുക്ക് കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. 12 അടിയോളം ദൂരത്തിൽ തന്നെയാണ് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഭംഗിയുള്ളൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു 7 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടിന്റെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ വെക്കാനുള്ള വർക്ക് കൂടി ഇവിടെ പെൻഡിംഗ് ഉണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു ഡിസൈൻ വർക്കൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന നല്ലൊരു കിച്ചൺ കബോർഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് സ്റ്റോറേജ് യൂണിറ്റുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ അടുക്കള നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള മനോഹരമായൊരു വാർഡ്രോബും ഇവിടെ നമുക്ക് കാണാം. 3 പാളികളുള്ള 2 വെന്റിലേഷനുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. മുഴുവനായി ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയർവേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു അപ്പർ ലിവിംഗ് ഏരിയയാണ്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി സ്റ്റഡി ടേബിളും സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ വരുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായി ഇവിടെ ഒരു ചെറിയ TV യൂണിറ്റും നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമ്മളിനി നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. വാം കളറിലുള്ള LED സ്ട്രിപ്പൊക്കെ നൽകി സീലിംഗും ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. 4 അടി വീതിയും 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. ഒത്തിരി താമസക്കാരുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതും. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,650 സ്ക്വയർ ഫീറ്റിൽ
3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 58 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.